ചില പാതിരാത്രികളിൽ പാനിപ്പൂരി കഴിക്കാനുള്ള മോഹം ഉദിച്ച ഹരിപ്പാട് മാധവ ജംഗ്ഷന് വടക്കുള്ള ഈ മിന്നിത്തിളങ്ങണ കടയിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഒരു പാതിരാത്രിയായിരുന്നു ഇത്. വന്നാ പാനിപ്പൂരി, സേവ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, ദേഹിപ്പൂരി, ചാട്ട്പപ്പട് തുടങ്ങി ഇവിടെ കിട്ടുന്ന എല്ലാം കഴിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ആദ്യം സേവ്പൂരി ഒരുക്കി വെച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. പാനിപ്പൂരി കട ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊയ്ത്താണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് എഞ്ചിനീയറിംഗ് ജോലി വിട്ട് കടയിടാൻ വേണ്ടി കുറച്ചാൾ അസിസ്റ്റന്റ് ആയിട്ട് നിന്നോട്ടെ എന്ന് ചോദിക്കുമെങ്കിലും നെയ്ന്ന് മാത്രം ബംഗാളി പറയും. സേവ്പൂരിക്ക് ശേഷം മസാലപ്പൂരിയും കൂടെ ഒതുക്കിയിട്ട് പാനിപ്പൂരി എടുത്തുകൊണ്ട് വന്നു. കണ്ടോ, ഇതിനകത്ത് ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ അത് പാനിപ്പൂരി. ഇനിയിപ്പോ കുളം വറ്റിച്ചെന്നും പറഞ്ഞു വരും. ബേൽ 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 കയ്യില് അതും പറഞ്ഞിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് ഒതുക്കിയിട്ട് ദഹിപൂരി വാങ്ങി. മുൻപ് ഇവിടെ സമൂസ ചാട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം വന്ന് ചോദിച്ചപ്പോൾ അത് നിർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ദഹിപൂരി ഒതുക്കിയതിന് ശേഷം സമൂസ ചാട്ടിന് പകരമായിട്ട് ഒന്നും വന്നില്ലേന്ന് ചോദിച്ചു. പപ്പട് ചാട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതൊരു പ്ലേറ്റ് ഇച്ചിരി മധുരം കൂട്ടിയിട്ട് തരാനെന്ന് പറഞ്ഞു. അതും കഴിച്ച് ചിരിച്ചിരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ വന്ന് സുമി അല്ലേ എന്ന് ചോദിച്ചു പോയത്. അല്ലാന്ന് ചിരിച്ചോണ്ട് പറഞ്ഞെങ്കിലും ആണ് തീറ്റ കണ്ടാൽ അറിയാമെന്നും പറഞ്ഞ് പുള്ളിയെ നിർത്താതെ ചിരിച്ചോണ്ട് പോയി. ഈ ഫ്ലെക്സിലുള്ള 5 ഐറ്റവും ഫ്ലെക്സിൽ അടിക്കാത്ത ഒരു ഐറ്റവും കൂടെ കഴിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും വിട വാങ്ങി. ശേഷം മറ്റൊരു ജില്ലയിലേക്ക്.